നമ്മുടെയൊക്കെ കന്നിവോട്ട് എന്ന് പറയുമ്പോൾ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് 18ാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ചെയ്യുന്ന വോട്ടുകളെയാണ്. എന്നാൽ അടൂർ സ്വദേശികളായ ഈ ദമ്പതികൾ, അച്ഛന് പ്രായം 82 ആൻറ്റിക്ക് 81 വയസ്സുണ്ട്. കന്നിവോട്ടിൽ ഇത്ര കാലം കാത്തിരിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ്? കാരണം ഞാൻ എൻ്റെ വോട്ടവകാശത്തിൻ്റെ സമയത്തിന് മുമ്പേ ഞാൻ നാട് വിട്ടതാണ്. നാട് വിട്ടതിന് ശേഷം ഇന്നാണ് അവസരം കിട്ടുന്നത്. ഇതിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം വരുന്നുവെങ്കിലും വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടില്ല. വോട്ട് ഐഡൻറ്റി ഇല്ലായിരുന്നു. ഇപ്പം കോവിഡിന് ശേഷം ഞങ്ങൾ നാട്ടിൽ സ്ഥിരമായിട്ട് വന്നു, ID കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ പൗരത്വം എന്നുള്ള ആ അവകാശം സ്ഥിരീകരിച്ചു എന്നുള്ളതിൽ ആത്മസംതൃപ്തിയുണ്ട്. ആൻറ്റിയുടെ ആദ്യ വോട്ടാണല്ലോ, എന്താണ് പറയാനുള്ളത്? ഇതേ അഭിപ്രായം തന്നെ, വേറെ കൂടുതലായിട്ട് പറയണമെന്നില്ല. സന്തോഷം. ഈ നാട്ടിൽ വോട്ട് നടക്കുന്നതൊക്കെ ടെലിവിഷനിലൂടെ കാണുമ്പോൾ ഉണ്ടായിരുന്ന മനസ്സിലെ ആ ചിന്തയും ഇപ്പോഴത്തെ നേരിട്ടുള്ള അനുഭവം തമ്മിൽ എങ്ങനെയുണ്ട്? ജോലിയായിരുന്നു രണ്ടുപേർക്കും ഇത്രയും വർഷം. അപ്പോൾ പിന്നെ വരാൻ ഈ സമയത്ത് വോട്ടിങ്ങിൻ്റെ സമയത്ത് വരാൻ പറ്റിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ മറ്റ് സ്ഥലങ്ങളിൽ ജോലിയുടെ ഭാഗമായി നിന്ന സമയത്ത് അവിടെ സമാനമായ രീതിയിലുള്ള പ്രക്രിയയിൽ പങ്കാളികളായിട്ടുണ്ടോ? ഇലക്ഷൻ്റെ കാര്യത്തിലോ? ഇല്ല. ജീവിതത്തിലെ ആദ്യ വോട്ടാണ്, 2 വോട്ടാണ്. വോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പോലും ഇപ്പോഴാണ് അനുഭവിച്ചറിഞ്ഞത്. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് അടൂരിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രായത്തിലും ആദ്യ വോട്ട് ചെയ്യാൻ 6:30 വന്ന ആദ്യമാണ് തന്നെ ആ ബൂത്തിലെ ആദ്യത്തെ വോട്ട് ഞങ്ങളാണ്. 87 ആദ്യത്തെ വോട്ട് ഞങ്ങൾ തന്നെ കാസ്റ്റ് ചെയ്തെന്നുള്ള. എന്തായാലും വളരെ നേരത്തെ തന്നെ എത്തി ആദ്യത്തെ വോട്ട്, കന്നി വോട്ടിൽ ആ ബൂത്തിലെ തന്നെ ആദ്യ വോട്ടർമാരായി മാറി എന്നുള്ള സന്തോഷം കൂടി ഇവർക്കുണ്ട്. ക്യാമറമാൻ ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്. അഭിലാലുണ്ട്. അഭിലാൽ, അവരും നേരത്തെ ജ്യോതിഷ്മതി എന്ന അമ്മ പറഞ്ഞ പോലെ ആദ്യം വോട്ട് ചെയ്തതിൻ്റെ ഒരു ആവേശമുണ്ട്, ഒപ്പം ആ ബൂത്തിലെ ആദ്യം വോട്ട് ചെയ്തതിൻ്റെ ആവേശമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം അവരെ വിദേശത്തായിരുന്നോ, ഒരിക്കൽ പോലും ഒന്ന് വന്ന് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാതെ പോയി? ആറ്റിങ്ങലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിൻ്റെ വോട്ട് അത് ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് പ്രതികരണം തേടിയാണ് അടൂരിൽ ഈ ബൂത്തിലേക്ക് എത്തുന്നത്. ആ സമയത്ത് 6:30 എത്തിയ സമയത്ത് 2 പ്രായമായ ആളുകൾ ഒരു പ്ലാസ്റ്റിക് കസേരയിട്ട് രണ്ടുപേരും രണ്ടിടത്ത് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ ഈ ബൂത്തിലെ ആദ്യത്തെ വോട്ടറാണല്ലോ എന്ന് ഉറപ്പിച്ചുകൊണ്ട് ഇവരോടത്ത് സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് ഈ ബൂത്തിലെ വോട്ടർമാർ മാത്രമല്ല, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യ വോട്ടാണ് എന്നുകൂടി നൈനാൻ ചേട്ടൻ പറയുകയായിരുന്നു. അങ്ങനെയാണ് അവരുമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കിയത്. നൈനാൻ ചേട്ടൻ്റെ ചെറുപ്പകാലത്തിൽ 21 വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾക്കാണ് വോട്ടവകാശമുള്ളത്. പക്ഷേ ആ പ്രായം പൂർത്തിയാകുന്നതിന് മുൻപ് അദ്ദേഹം പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം പൂർത്തിയാക്കിയ ശേഷം ഉത്തരേന്ത്യയിലേക്ക് പോകുന്നു. പിന്നീട് 48 വർഷക്കാലം അദ്ദേഹം കുവൈറ്റിലടക്കം വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നു, ഇടയ്ക്ക് നാട്ടിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ അപ്പോഴൊന്നും വോട്ടർ ID-യോ അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖകളോ ഒന്നും സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 3 വർഷങ്ങൾക്ക് മുൻപാണ് ജീവിതമൊക്കെ ഒന്ന് സെറ്റിലായി കഴിഞ്ഞപ്പോൾ ദമ്പതികൾ 2 പേരും നാട്ടിലേക്ക് വന്നു. അതിനുശേഷം തിരിച്ചറിയൽ രേഖയടക്കം ഉണ്ടാക്കുന്നു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി അവർ എത്തുകയായിരുന്നു. ആദ്യത്തെ വോട്ട് അത് ബൂത്തിലെ ആദ്യ വോട്ടർമാരെ തന്നെ ചെയ്യണമെന്നുള്ളത് അവരുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ലീല ആൻറ്റിയെയും നൈനാൻ ചേട്ടനെയും കണ്ടുമുട്ടാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും 82, 81 വയസ്സുള്ള ആളുകൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഈ വോട്ടെടുപ്പിൽ കന്നി വോട്ടർമാരായി വരുന്നു എന്നുള്ളത് തന്നെ കേട്ടപ്പം മനസ്സിൽ വലിയ കൗതുകം തോന്നി. അതാണ് അവരുമായിട്ടുള്ളൊരു അഭിമുഖം വാർത്തയാക്കണമെന്നുള്ള താല്പര്യത്തിലേക്ക് എത്തിയത്. എന്തായാലും ഒരു നല്ല കാഴ്ചയായിരുന്നു ഇന്ന് രാവിലെ നമുക്ക് കാണാൻ സാധിച്ചത്. സാധാരണഗതിയിൽ മുമ്പ് പറഞ്ഞതുപോലെ 18 വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾ കന്നി വോട്ടർമാരാകുമ്പോൾ അവരെക്കാളൊക്കെ എത്രയോ പ്രായമുള്ള ആളുകളാണ് ഏറ്റവും വലിയ ആവേശത്തോടു കൂടി അതിരാവിലെ തന്നെ എത്തി സമ്മതിദാന അവകാശം വിനിയോഗിച്ചതെന്ന് അറിയുമ്പം തീർച്ചയായും ഒരുപാട് പേർക്ക് അത് പ്രചോദനമാകുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമാണ്.